CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃത്താല ആനക്കരയിൽ മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിനെ അധ്യാപകർക്ക് നേരെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. അധ്യാപകനെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥി. ഫോൺ പിടിച്ചെടുത്ത് വഴക്കു പറഞ്ഞതിന്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിലായിരുന്നു അത്തരത്തിലുള്ള പെരുമാറ്റമെന്ന് വിദ്യാർത്ഥിയുടെ വിശദീകരണം. കുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ വിമർശനം. പാലപ്പെട്ടിയിൽ പട്ടാപ്പകൽ വീട് കയറി ആക്രമണം, 3 പേർക്ക് പരിക്കേറ്റു. അമ്പലം ബീച്ചിൽ മരക്കാരകത്ത് ഷംസുദ്ദീന്റെ തറവാട്ട് വീട്ടിൽ കയറിയായിരുന്നു ആക്രമണം. പ്രതികളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വീട്ടുകാർ. ശക്തമായ കാറ്റിൽ മരക്കമ്പ് പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 2 മണിയോടെയാണ് പെങ്ങാമുക്ക് കരിച്ചാൽ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവിന്റെ കൊമ്പ് പൊട്ടിവീണത്. കക്കാട്ടിരിയിൽ കാറിന് തീപിടിച്ചു. കക്കാട്ടിരി നേർച്ച കാണാനെത്തിയ കുടുംബം സഞ്ചരിച്ച കാറാണ് അഗ്നിക്കിരയായത്. കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ടതോടെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി. തിങ്കളാഴ്ച അന്തരിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ CK വേണു അവയൂരിനെ നാടിന്റെ അന്ത്യാഞ്ജലി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അവയൂരിലെ തറവാട്ടുവീട്ടിൽ സംസ്കാരം നടത്തി. പുന്നയൂർ മന്ദലാങ്കുന്ന് വെട്ടിപ്പുഴ പള്ളിക്ക് മുന്നിൽ കാറും സൈക്കിളും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കുപറ്റിയ യാത്രികരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. പവന് 600 രൂപ ഒറ്റയടിക്ക് വർദ്ധിച്ച് സ്വർണ്ണവില റെക്കോർഡിട്ടു. ഇതോടെ ആദ്യമായി സ്വർണ്ണവില 60,000 കടന്നു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 60,200 രൂപയാണ്. തിരുവനന്തപുരം ഗമനം സാഹിത്യവേദിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ചൂണ്ടൽ ഡീപ്പോൾ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തിരുത്തിച്ചിറയ്ക്ക് വിദ്യാലയത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ വനിതാ കലോത്സവം വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടിക്കാട് കിട്ടപ്പടിയിൽ യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ വള്ളിക്കാട്ടിരി മാധവൻ മകൻ 40 വയസ്സുള്ള സുമേഷാണ് തൂങ്ങി മരിച്ചത്. CCC ഗുരുവായൂരിന്റെ 880ാമത് പ്രോഗ്രാം വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന ലക്ഷ്മണരേഖ എന്ന നാടകം അരങ്ങേറും. പുന്നയൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗി ബന്ധുസംഗമവും വിനോദയാത്രയും നടത്തി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ കനികാമറിയത്തിന്റെയും സെബസ്ത്യാനോസിന്റെയും അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത്. കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടാണശ്ശേരി യൂണിറ്റ് സമ്മേളനം നടന്നു. മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യൂണിറ്റ് സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടി ചാവക്കാട് ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. രക്ഷാധികാരി KH സലീം ഓഫ് റോഡ് വൈലി ക്ലബിനെ ആദ്യ കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.